നമസ്കാരം. പലർക്കും ഇന്നും വളരെ ദേഷ്യമുള്ള ഒരു ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും വിമർശനങ്ങൾക്ക് ഇരയായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ പേഴ്സ്പെക്റ്റീവ് പുറത്തു പറയുമ്പോഴാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നത് കൊണ്ടാണ് ലോകമെമ്പാടും ട്രംപിനെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനിങ് ഉയരുന്നതെന്ന് വേണം പറയാം. ശരിക്കും പറഞ്ഞാൽ ട്രംപ് പറയുന്ന ചില കാര്യങ്ങൾ അങ്ങേയറ്റം അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കൂട്ടം ജനത നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറയണം. പലപ്പോഴും ആ വ്യക്തിയെ കൊല്ലാൻ നോക്കുകയും കൊല്ലാൻ പദ്ധതിയിടുകയും വരെ ചെയ്തിട്ടുള്ളതായി തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ ഹിറ്റ്ലറിന്റെ മുഖം വെച്ച് പോലും പലതരത്തിൽ ട്രോളുകൾ ഉൾപ്പെടെ നമുക്ക് ട്രംപിനെതിരെ വന്നിട്ടുമുണ്ട്. ട്രംപ് അത്തരത്തിൽ തന്നെ പലരെയും ഇഷ്ടപ്പെടുത്തി തുടങ്ങിയാൽ തന്നെ അവരെ ശത്രുക്കളാക്കുന്ന ഒരു രീതിയും ട്രംപിനുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ട്രംപ് ചില കാര്യങ്ങൾ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, നാളെ നമുക്കെതിരെ തന്നെ ട്രംപ് അതിന് തിരിയും. ട്രംപിനെ വിശ്വസിക്കാനാകില്ല എന്നൊരു പതിവ് പറച്ചിലൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഒന്നാണ് ഇപ്പോൾ വീണ്ടും കേൾക്കുന്നതെന്ന് വേണം പറയാൻ. അങ്ങനെയുള്ള ചർച്ചകൾ ഇപ്പോഴും നിൽക്കുന്നതിന് കാരണം 8647 8647 എന്ന നമ്പർ കൊണ്ടാണ്. ഇതെന്തുകൊണ്ടാണ് 8647? ഒരു ഫോൺ നമ്പറിന്റെ തുടക്കം പോലെ ഇന്ത്യക്കാർക്ക് തോന്നാം. പക്ഷെ ഈ സംഖ്യക്ക് സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങളാണ് എന്ന് പറയാം. പുറത്താക്കുക, അല്ലെങ്കിൽ കളയുക, അല്ലെങ്കിൽ എടുത്തെറിയുക, ഇങ്ങനെ അർത്ഥമുള്ള പല വാക്കുകളുടെയും കോഡാണ് ഈ പറയുന്ന അക്കമായ 8647. എന്താണ് ഈ സംഖ്യ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ടെന്ന് പറയുന്നത് സത്യമാണ്. മെയിൻ ബാർ, ടിക്ടോക്ക്, സോഷ്യൽ മീഡിയ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സംഖ്യ പ്രത്യക്ഷപ്പെടുകയും ഈ സംഖ്യകളെ സംബന്ധിച്ച് വളരെയധികം ചർച്ചകൾ ഇപ്പോൾ തന്നെ ഊഹാപോഹങ്ങളായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ FBI ഒരു മുൻ ഡയറക്ടർ ജെയിംസ് കോമി ഇൻസ്റ്റഗ്രാമിൽ ഈ ഡിജിറ്റ് പങ്കുവെച്ച് ഒരു പോസ്റ്റ് ഇട്ടതിനു ശേഷം പ്രതിരോധത്തിനായുള്ള ഒരു നിഗൂഢമായ ആഹ്വാനമാണ് ചിലർ ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിന് പല അർത്ഥങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ട്രംപിനെ ഉന്നം വെച്ച് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നും ട്രംപിനെ പുറത്താക്കാൻ, എന്നേക്കും പുറത്താക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഈ സംഖ്യ കാണിക്കുന്നതെന്ന് പോലും പലരും ചിത്രീകരിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇത് വൈറലാക്കിയവർക്ക് മാത്രമേ അറിയൂ. ഇതിന് പലരും അമേരിക്കൻ പ്രസിഡന്റിനെതിരായ തുറന്ന ഭീഷണിയായി വ്യാഖ്യാനിക്കുന്നതായി പ്രമുഖ മാധ്യമമായ ടൈംസ് നൗ ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. 8647 എന്ന സംഖ്യ രൂപപ്പെടുന്നതിനായി തന്നെ കടൽ തീരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയാം. ഡിജിറ്റൽ സംഖ്യ ചേർത്ത ഫോട്ടോ മുൻ FBI ഡയറക്ടർ രൂപപ്പെടുത്തിയെടുത്തതോടെ തന്നെയാണ് ഇത് വീണ്ടും ചർച്ചയാകുന്നത്. ട്രംപിന്റെ നയങ്ങളെയോ നേതൃത്വത്തെയോ അംഗീകരിക്കാത്ത ആളുകളുടെ നിശബ്ദത പ്രതിഷേധത്തിന്റെ ഒരു ഭാഗം മാത്രമാണോ ഈ ഡിജിറ്റുകളെന്നും ചിലരെങ്കിലും തന്നെ കരുതുന്നുണ്ടായിരിക്കാം. എന്നാൽ 2017 ട്രംപ് പുറത്താക്കിയ മുൻ FBI ഡയറക്ടറുടെ ഈ ഡിജിറ്റൽ സംഖ്യക്കെതിരെ ടെസ്ല CEO എലോൺ മസ്ക്, തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ലോറ ലൂമ, നിലവിലെ FBI മേധാവി കാഷ് പട്ടേൽ എന്നിവരിൽ നിന്ന് ശക്തമായ വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. പുറത്താക്കൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നാണ് 86ന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് ഈ 4 ഡിജിറ്റിന്റെ ആദ്യത്തെ 2ന്റെ അർത്ഥം പുറത്താക്കൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നാണെന്ന് പറയുന്നു. പൊതുവെ ഉപയോഗിച്ച് വരുന്ന ഒരു സംഖ്യയാണെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. 1920കളിലും 30കളിലും ഒക്കെ 8647 എന്ന ഡിജിറ്റ് രഹസ്യ കോഡായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പദം രൂപപ്പെട്ടതായി തോന്നുന്നു എന്നും പറയുന്നു. അമേരിക്കയിൽ ഇത് സോഡ കൗണ്ടർ സ്ലാങ് ആയി തന്നെയാണ് പറയുന്നത്. എന്താണ് ഈ സോഡ കൗണ്ടർ സ്ലാങ് എന്ന് പറയുന്നത്? ആർക്കും അധികം വലിയ രീതിയിൽ തന്നെ അറിയുന്ന ഒന്നല്ല. സോഡ വിറ്റു തീർന്നു എന്നതിന് ഈ കാലയളവിൽ 86 എന്ന ഡിജിറ്റ് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇത് വളരെയധികം സില്ലിയായി തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. എന്നാൽ ഏറ്റവും സാധാരണമായ സിദ്ധാന്തം 86 എന്നത് നിക്സിന്റെ റൈമിംഗ് സ്ലാങ് എന്നതാണ്. മദ്യപിച്ചതിനോ ക്രമക്കേടിനോ ഒരാളെ ഒരു ബാറിൽ നിന്ന് പുറത്താക്കി എന്നതാണ് സൂചിപ്പിക്കുന്നതെന്ന് 86 എന്ന ഡിജിറ്റ് ഉപയോഗിക്കാറുണ്ടെന്നും പറയുന്നുണ്ട്. കാസ്ലിന്റെ ഡിക്ഷണറിയിൽ ഓഫ് സ്ലാങ് അനുസരിച്ച് 86 വരെ എന്നതിന് കൊല്ലുക, കൊലപ്പെടുത്തുക, നിത്യനായകൻ പരമായി വധശിക്ഷ നടപ്പാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇതൊരു സാധാരണ ശവക്കുഴിയിലെ വലിപ്പം 2.5 അടി വീതിയും 8 അടി നീളവും 6 അടി ആഴവും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത് സൂചിപ്പിക്കുന്നതുമാണെന്ന് പറയുന്നു. 47 എന്ന സംഖ്യ ട്രംപ് 47ാമത് അമേരിക്കൻ പ്രസിഡന്റ് സൂചിപ്പിക്കുന്നതാണെന്ന് പറയുന്നു.
ഇപ്പോൾ മുകളിൽ പറഞ്ഞത് കൂട്ടി വായിക്കുകയാണെങ്കിൽ 8 അടിയും നീളവും 6 അടി ആഴവും ഉള്ളതായി തന്നെ 47ാമത്തെ പ്രസിഡന്റ് എന്നുകൂടി വെക്കുമ്പോൾ ട്രംപിനെ കൊല്ലുന്നതോ ട്രംപിനെ കൊല്ലാനുള്ള ഊഹമെന്നോ ഒക്കെ തന്നെ വ്യാഖ്യാനിപ്പിക്കപ്പെടുന്നതുണ്ട്. ഇത് ചുമ്മാ ഓരോരുത്തർ തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതും ആയിരിക്കാം. 8647 എന്നത് ഡൊണാൾഡ് ട്രംപിനെ തന്നെ ഉന്നം വെച്ചിട്ടുള്ളതാണെന്ന് ഇതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം 47ാമത്തെ പ്രസിഡന്റ് ആയത്. ഇത് ചില നിഗൂഢ സിദ്ധാന്തങ്ങളുടെ വാദം മാത്രമാണെന്നാണ് ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.